പിന്നെ എങ്ങനെയുണ്ട് നമസ്കാർ സാറല്ലേ ഇത്ത എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഇവിടെ ഒരു പൈപ്പ് വരും അല്ലേ? ഇവിടെ ഒരു പൈപ്പ് ഇങ്ങനെ വളഞ്ഞിട്ട് വെള്ളത്തിന്റെ വരും. അവിടെ അലക്കാനുള്ളത്, ഇവിടെ അലക്കാനുള്ളത്. ഇവിടെ നമുക്ക് വെള്ളം സ്റ്റോർ ചെയ്തിട്ട് പിന്നെ ഇതൊന്ന് പുതർത്തിട്ടിട്ട് ഒരു സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് പുതർത്തിട്ടിട്ട് എടുത്തിട്ട് അലക്കാം. പിന്നെ ആ തുണി അലക്കിയിട്ട് ഇവിടെയൊക്കെ വെക്കാലോ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ വെക്കാൻ സ്ഥലം ഉണ്ടല്ലോ. വെക്കിയതിന് ശേഷം സ്പെഷ്യൽ സംഭവമാണ്. ഓക്കെ, നിങ്ങൾ രാവിലെ തന്നെ എടുത്ത് വലിച്ചെറിയില്ലേ? പഴയത് വെച്ചിട്ട് വലിച്ചെറിയില്ലേ? ഇത് സംഭവം പുതിയ ഒരു ചെരുപ്പ് വാങ്ങി തരാൻ പറഞ്ഞാൽ അങ്ങ് അടുക്കൂല കേട്ടോ. ഇത് ഞങ്ങളത് വിദേശത്ത് നിന്ന് ഇറക്കിയതാ. ഇത് സംഭവം റൗണ്ട് ഇങ്ങനെ ക്ലിയർ ആക്കാൻ വേണ്ടിട്ടേ ഇത് നടക്കുള്ളൂ. ഇത് ആ കറക്റ്റ് വളവിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഈ റൗണ്ടിന്റെ കറക്റ്റ് ഇത് ഞങ്ങൾക്ക് റെഡിയാണ്, കറക്റ്റാണ്. ഈ റൗണ്ട് കറക്റ്റാണ്. അപ്പൊ ഞങ്ങളിവിടെ ഒരു അലക്കുകലിന്റെ പണിയില് ഇരുട്ടി മുഴക്കുന്നല്ലോ നവാസ് ഖാന്റെ വീട്ടിലാട്ടോ. നവാസ് ഖാന്റെ വീട്ടിൽ വന്നപ്പോഴേ ഞങ്ങൾക്ക് ഇന്ന് പലഹാരം തിന്ന് മടുത്ത്. ഇന്നലെ വന്നാട്ടോ ഞങ്ങള് ചിപ്സ് പറഞ്ഞോളൂ. നിങ്ങളെ സംഭവം എന്തൊക്കെയാണ് ഇവിടെ? അതിന്റെ ഒരു പരിപാടി കേട്ടോ. അതിന്റെ ഒരു കുടിൽ വ്യവസായം ഇവിടെ നിന്നല്ലേ ഉണ്ടാക്കണേ ഞങ്ങള്. അപ്പൊ ഞങ്ങൾ അലക്കൽ ഉണ്ടാക്കിയിട്ടേ നവാസ് ഖാന്റെ കൂടെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം അതിൻ്റെ അടുത്താട്ടോ നവാസ് ഖാൻ്റെ വീട്. അപ്പം നവാസ് ഖാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിലൊക്കെ പോകണം എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് വന്നത്. ഞങ്ങൾ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ നവാസ്കയും കൂടി ഇങ്ങനെ വന്നാട്ടോ. ക്ഷേത്രത്തിൻ്റെ കുളമാണിത്. നല്ല മനോഹരമായിട്ടുള്ള നല്ലൊരു കുളം. ഇവിടെ ചെങ്കല്ലുകൊണ്ട് തീർത്തിട്ടുണ്ട്. നല്ല കുളം. ക്ഷേത്രം ഫുള്ള് ചെങ്കല്ലുകൊണ്ടാട്ടോ മടിച്ചിട്ടുള്ളത്. നല്ല ക്ഷേത്രമാണ്, വലിയൊരു ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ വർക്കൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ഷേത്രക്കുളമാണിത്. ക്ഷേത്രം ഫേമസ് ആണ് അല്ലേ? നല്ല ഫേമസ് അല്ലേ? മുഴക്കുന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇരുട്ടിയിൽ, കണ്ണൂർ ജില്ല മുഴക്കുന്ന്. ഓക്കെ. അപ്പോൾ അവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ട് കേട്ടോ. അതൊക്കെ അമ്പലത്തിൻ്റെ വർക്കാണ്. അവിടെയാണ് അമ്പലം വരുന്നത്. ക്ഷേത്രത്തേക്കുള്ള ഒരു പടിഞ്ഞാറേ നട ഇതാണ് തോന്നുന്നു അല്ലേ? പടിഞ്ഞാറേ നടതാണ്. അതാണ് ക്ഷേത്രം. നല്ല ഫേമസ് ആയിട്ടുള്ള നല്ല വലിയ ക്ഷേത്രം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വർക്ക് നടക്കുന്നത് കല്ല് ചെത്തുകയാണ് അല്ലേ? ഇതാണ് ചെത്തി വെച്ച കല്ല്. എന്താ കല്ലില്ലേ? പൊളി സൂപ്പർ കല്ല്. അപ്പോൾ കിണറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കാരണം ഇവിടെ. ആ, അപ്പോൾ ഇതാ കല്ല് ഇവിടെ ചെത്തി വെച്ചത് ഈ ഒരു മോഡലാണ് ഒരു ചെത്തണത്. ഇതൊരു ഡിസൈൻ വർക്കിന് വേണ്ടിയിട്ടുള്ള ചെത്താണ്. അപ്പോൾ ഇത് അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ബിൽഡിംഗാണ്. ഇതിപ്പോൾ ഇങ്ങനെ പടവ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് കറക്റ്റ് പോളിഷ് ചെയ്തെടുക്കാനുള്ളതായിരിക്കും. ഇതാണ് കിണറിൻ്റെ കല്ല്. ഇങ്ങനെ വളച്ച് ഈ ഒരു മോഡലല്ലേ? ഇതാണ് ചെത്തി വെച്ചല്ലേ റൗണ്ടിൽ? ഓക്കെ. ഒരു ദിവസം എത്ര കല്ല് ചെത്താൻ കഴിയുത് ശരി? ആണല്ലേ? ഇതൊക്കെ നോർമൽ അല്ലേ റൗണ്ട്? അപ്പോൾ ഈ ചെത്തി വരുന്ന ഇതുപോലത്തെ കല്ല് വാങ്ങാൻ കിട്ടും കേട്ടോ. ഇത് കണ്ണൂർ തന്നെയല്ലേ? ഇത് കമ്പനി ഉണ്ട്. അപ്പോൾ ഈ ഒരു കല്ല് അവർ ചെത്തിയിട്ട് ഈ ഒരു മോഡൽ കിണറിനുള്ള ഈ ഒരു റൗണ്ടാക്കി മാറ്റും. ചെറിയ റൗണ്ട്. ഇതിന് കറക്റ്റ് റൗണ്ടിൻ്റെ അളവ് അറിയണമല്ലോ ആദ്യം. 360. 360 ഇതിൻ്റെ 360 ഇതിൻ്റെ റൗണ്ട് കിട്ടുക അല്ലേ? ഓക്കെ. അപ്പോൾ അത് ചെത്തി അട്ടി വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് ചെത്തി അട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൈഡ് മാത്രമല്ല എത്താണ്ടുള്ളൂ, 3 ഭാഗം. ഇതിൻ്റെ ചുറ്റുമതിൽ, ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ നിങ്ങൾ എത്തിയതാ? ചെയ്യണാണല്ലേ? ഇതിൻ്റെ വർക്കായിരിക്കാം ഈ ഒരു ബിൽഡിങ്ങിൻ്റെ. ഇത് ഇതേമാതിരി ഡിസൈൻ ചെയ്യാനുള്ളതല്ലേ? അതേ മോഡല്? ഓരോ വർക്കും ഓരോ ടീമിനാണ് അല്ലേ നിങ്ങൾ? ഏത് ഈ ബിൽഡിംഗ് ഒക്കെ? ഇത് ടൂറിസം വകുപ്പ് ഇതാണ്. ഇത് ടൂറിസം വകുപ്പിൻ്റെയാണ് ഇതൊക്കെ. ക്ഷേത്രത്തിൻ്റെ അത് അത്രേ വരുന്നുള്ളൂ അല്ലേ? ഉണ്ടാക്കാനുള്ള അല്ലേ? ഓക്കെ. കല്ല് ഇതുപോലെ ചെത്തി വെച്ചതാട്ടോ. അത് ഗ്ലാഡിങ് ടൈലല്ല, ചെത്തിയ കല്ല് ഇതുപോലെ പടുത്ത് വെച്ചതാണ്. ഓക്കെ. നല്ല അടിപൊളിയിൽ തന്നെ ചെങ്കല്ല് ഇവിടെ കണ്ണൂർ കാസർഗോഡൊക്കെ വരുമ്പോഴാണ് ചെങ്കല്ലിൻ്റെ ഇതുപോലത്തെ നല്ല മതിലുകൾ എല്ലായിടത്തും തേക്കാത്ത രീതിയിൽ ഈ രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ അതിലങ്ങനെ പോയാൽ അതാണ് ക്ഷേത്രത്തിൻ്റെ കവാടം, ക്ഷേത്രത്തേക്കുള്ള കവാടം. ഇതൊരു സ്പെഷ്യലല്ലേ? പാലക്കാടൻ ചുക്ക് കരിപ്പട്ടി. സാധാരണ കരിപ്പട്ടി അല്ല. ഇതിൻ്റെ അകത്ത്
കുരുമുളകുണ്ട്, ചുക്കുണ്ട്, തിപ്പല്ലിണ്ട്, പനക്കൽക്കണ്ട, പനിക്കൂർക്കല, കൃഷ്ണതുളസി, അയമോദകം, ജീരകം, കാപ്പിപ്പൊടി ഒരുപാട് സാധനം ഉണ്ടല്ലോ അല്ലേ? അടങ്ങി. അപ്പൊ ഇത് കഴിച്ചാൽ പിന്നെ ഒരുവിധ അസുഖങ്ങളൊക്കെ മാറും. തൊണ്ടവേദന, ജലദോഷം, ചുമ, കവക്കെട്ട്, എത്ര കട്ടിക്കവും അപ്പൊ ഇത് നമുക്കിപ്പോ വേറെ ഒന്നും ചേർക്കണം, ഇത് മാത്രം ചേർത്താൽ മതി. ഇതൊന്നും വേണ്ട, ഇതെല്ലാം മിക്സ് ആണ്. വെറും വെള്ളം ഒഴിച്ച് തിളപ്പിച്ചാൽ മതി. കാപ്പി 100 രൂപ, 100 രൂപ. അര കിലോ. ഇത് പൊട്ടിച്ചിട്ട് ഇടാൻ വേണ്ടേ? എത്ര അതിന്റെ അളവൊക്കെ ഉണ്ടോ? കഷ്ണം കഴിച്ചിട്ട് ഒരു കഷ്ണം ഉണ്ടായത്. ഇതിന്റെ പൊടിയാണിത്. ഇത് ഓവർ മധുരം ഒന്നും ഇല്ല അല്ലേ? ഒരു വേറൊരു പ്രത്യേക ടേസ്റ്റ്, ആ തിപ്പല്ലിന്റെ ടേസ്റ്റ് ആണല്ലേ? കുരുമുളക്, ചുക്ക്, ഇതിന്റെ എല്ലാം പനിക്കൂർക്കല, ചെറിയൊരു കയ്പ് വരുന്നുണ്ട്. പനിക്കൂർക്കല, കൃഷ്ണതുളസിന്റെ എല്ലാം. അപ്പൊ കുട്ടികൾക്കൊക്കെ നല്ലതാണ്, കുട്ടികൾക്കും വലിയാക്കും എല്ലാം നല്ലതാണ്. അപ്പൊ ഇത് എവിടെ കിട്ടിയത് ശരിക്കും? ഇത് പാലക്കാടാണ്. അപ്പൊ ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഇരിട്ടി വരണം, ഇരിട്ടി ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തില് എന്താ പേര്? ഉഷേച്ചിന്റെ ഈ ഒരു ചെറിയൊരു സംരംഭത്തിലേക്ക് ഇവര് സത്യാട്ടിന്റെ പാലക്കാട് സത്യാട്ടിന്റെ ഞാനിവിടെ കുലിക്കുന്നത്. ഇതാണ് നാദില അല്ലേ? ആയിഷ നാദില. അപ്പൊ യൂട്യൂബറാണ്, ചെറിയ ചാനലൊക്കെ ഉണ്ട്. എന്റെ ചാനലിന്റെ പേരൊന്ന് പറഞ്ഞെടുത്താ? നാദില നവാസ് ക്രാഫ്റ്റ്. അപ്പൊ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നാദില നവാസ് എന്ന ചാനലിൽ കയറുക. അപ്പൊ ഞങ്ങളെ അലക്കുകല്ല് ഇതാണ്. ഇവിടെ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ താന്തൂർ സ്റ്റോൺ ആട്ടോ വെച്ചത്. താന്തൂർ സ്റ്റോൺ വെച്ചിട്ടാണ് ഈ ഒരു വെക്കുന്ന ഭാഗം. സംഭവം നല്ല നീറ്റായിട്ടുണ്ട് ഈ ഒരു താന്തൂർ സ്റ്റോൺ വെച്ച സമയത്ത്. അപ്പം പിന്നെ എങ്ങനെയുണ്ട് നമസ്കാർ സാറല്ലേ? ഇത്ത എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ മുഴക്കൊന്നത്തെ ഈ ഒരു അലക്കുകല്ലിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു ദിവസം വേറൊരു അലക്കുകല്ലായിട്ട് വീണ്ടും വരാം. ബായ്. അപ്പൊ നാദില 2 വാക്ക്. അപ്പൊ അലക്കുകല്ല് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ.